إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي رواية وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, കരുണാനിധിയായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധ റമദാനിലെ ഏറ്റവും ഒന്നാമത്തെ ജുമുഅയിലാണ് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഈ ഒരു ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അമൂല്യമായ നിരവധി സമ്മാനങ്ങളുമായി വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മളിലേക്ക് കടന്നു വരുന്ന, നാം ഏറെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥിയാണ് വിശുദ്ധമായ റമദാൻ എന്നുള്ളത്. പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വിരുന്നുകാരായി പല അതിഥികളും കടന്നു വരാറുണ്ട്. വിവാഹബന്ധങ്ങളുടെ പേരിൽ, കുടുംബ ബന്ധങ്ങളുടെ പേരിൽ, സഹപ്രവർത്തകൻ എന്ന നിലക്ക്, അങ്ങനെ പല ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ പലപ്പോഴായും നമ്മുടെയൊക്കെ വീടുകളിലേക്ക്, നമ്മുടെയൊക്കെ സമീപത്തേക്ക് പല ആളുകളും വിരുന്നുകാരായി, അതിഥികളായി വരാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ നിന്നുള്ള അതിഥിയായി വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മുടെ അരികിൽ അമൂല്യമായ സമ്മാനങ്ങളുമായി കടന്നു വരുന്ന
ഈ റമദാൻ എന്ന അതിഥിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് റമദാൻ അതിഥിയായി വിരുന്നുകാരനായി വർഷത്തിലൊരിക്കൽ നമ്മെ സമീപിക്കുന്നത്? റമദാനും നമ്മളും എന്തെങ്കിലും കെട്ടുബന്ധമുണ്ടോ? വിവാഹബന്ധമുണ്ടോ? ഇല്ല. കുടുംബ ബന്ധമുണ്ടോ? ഇല്ല. സഹപ്രവർത്തക ബന്ധമുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഈ അതിഥിയുമായി നമുക്ക് എന്ത് ബന്ധമാണുള്ളത്? ഈ അതിഥിയുമായുള്ള നമുക്കുള്ള ബന്ധം എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ എന്നത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു. എങ്ങനെയുള്ള ഖുർആൻ? ഹുദൽ ലിന്നാസ്, മനുഷ്യന് നേർമാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യന് സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം. മനുഷ്യന് ശരിയേത് തെറ്റേത് എന്ന് നിർണയിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം. മനുഷ്യന് ധർമ്മമേത് അധർമ്മമേത്, ഹക്കേത് ബാത്തിലേത് എന്ന് വേർതിരിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം. സ്വർഗത്തിലേക്കുള്ള വഴിയേത് നരകത്തിലേക്കുള്ള വഴിയേത് എന്ന് വേർതിരിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം. ഇതാണ് റമളാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം. ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന, നമ്മോട് ഏറെ ഗുണകാംക്ഷയുള്ള നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ വഴികാട്ടിയാണ് ഈ ഗ്രന്ഥം. സ്വർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഗ്രന്ഥം. അതാണ് ഈ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധമായി പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാനുള്ളതും നമുക്ക് ഉൾക്കൊള്ളാനുള്ളതും. ഈ ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? വായിക്കപ്പെടുന്നത് എന്നാണ്. വായിക്കപ്പെടുന്നത്. ഖുർആൻ വായനക്ക് വേണ്ടി മാത്രം അവതരിപ്പിക്കപ്പെട്ടതാണോ? അല്ല, അല്ല. മറിച്ച് മനുഷ്യന്റെ ശാശ്വതമായ ലക്ഷ്യം എന്താണോ, വിജയം എന്താണോ, ആ വിജയത്തിലേക്ക് അവനെ കൊണ്ട് എത്തിക്കാൻ ഉപകരിക്കുന്ന, അതിന് അവന്റെ ജീവിതത്തിൽ അവന് പകർത്തേണ്ടുന്ന അധ്യാപനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണിത് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അപ്പൊ ഇത് വെറും ഒരു പാരായണത്തിന് വേണ്ടി മാത്രം അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ട, സ്വർഗത്തിനായി നമ്മെ സഹായിക്കാൻ ഉതകുന്ന അധ്യാപനങ്ങൾ, ആ അധ്യാപനങ്ങൾ അടങ്ങിയ ബൃഹത്തായൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് സഹോദരന്മാരെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ലോകത്ത് ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് അത്തരത്തിലുള്ള എഴുതപ്പെട്ട കാര്യങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരുപാട് വായിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, ഒരുപാട് ഗിഫ്റ്റായി നൽകപ്പെടുന്നുണ്ട്. പക്ഷേ ഖുർആനിനോളം ലോകത്ത് പ്രിന്റ് ചെയ്യപ്പെടുന്ന, ഖുർആനിനോളം വായിക്കപ്പെടുന്ന, ഖുർആനിനോളം പഠിപ്പിക്കപ്പെടുന്ന, ഖുർആനിനോളം പുണ്യം കൽപ്പിക്കപ്പെടുന്ന, ഖുർആനിനോളം ഗിഫ്റ്റായി നൽകപ്പെടുന്ന വേറെ ഒരു ഗ്രന്ഥവും ലോകത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. എത്ര ഓതിയാലും മതി വരാത്ത ഗ്രന്ഥം, എത്ര പഠിച്ചാലും തീരാത്ത ഗ്രന്ഥം, എത്ര
ജീവിതത്തിൽ കൊണ്ടു നടന്നാലും മതിയാകാത്ത ഗ്രന്ഥം. അതാണ് വിശുദ്ധ ഖുർആൻ. സഹോദരന്മാരെ, ഈ ഖുർആൻ ഒരിക്കലും ഏതെങ്കിലും കെട്ടുകഥകളുടെയോ ഊഹങ്ങളുടെയോ മറ്റു ഐതിഹ്യങ്ങളുടെയോ അങ്ങനെയുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളുടെയും മേൽ ഇറക്കപ്പെട്ടതല്ല. ലോകത്ത് അങ്ങനെ പല ഗ്രന്ഥങ്ങളുമുണ്ടല്ലോ. പ്രത്യേകിച്ചും മതഗ്രന്ഥങ്ങളായി, വേദഗ്രന്ഥങ്ങളായി എന്നൊക്കെ പറയപ്പെടുന്ന പല ഗ്രന്ഥങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ, കെട്ടുകഥകൾ, പുരാണങ്ങൾ. എന്നാൽ ഖുർആനിന് അങ്ങനെയുള്ള ഒരടിസ്ഥാനമൊന്നുമല്ല ഇതിന്റെ പിന്നിലുള്ളത്. വലഖദ് ജിഅനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽം. വ്യക്തമായ അറിവ്, വ്യക്തമായ വിജ്ഞാനം, വ്യക്തമായ ഉറപ്പ്. ആ ഉറപ്പിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചതെന്ന് അല്ലാഹു ജല്ല വഅലാ. ഇതിന്റെ പിന്നിൽ ഐതിഹ്യങ്ങളല്ല, ഇതിന്റെ പിന്നിൽ പുരാണങ്ങളല്ല, ഇതിന്റെ പിന്നിൽ കെട്ടുകഥകളല്ല. ഇത് വ്യക്തമായ ഇൽമിന്റെ, ബോധ്യത്തിന്റെ, കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിന് മാത്രമേ മനുഷ്യനെ നേരായ വഴിയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുകയുള്ളൂ. കാരണം എന്താ? മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ വിചാര വികാരങ്ങൾ അറിയുന്ന മനുഷ്യന്റെ സൃഷ്ടാവ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. തൻസീലുൻ മിൻ റബ്ബിൽ ആലമീൻ. മനുഷ്യൻ ആരാണ്, അവന്റെ ടേസ്റ്റ് എന്താണ്, അവന്റെ വിചാര വികാരങ്ങൾ എന്താണ് എന്നറിയുന്നവന്റെ റബ്ബ്, അവന്റെ റബ്ബ്. ആ റബ്ബ് അവന് വഴി കാണിക്കാൻ, അവന് നേർമാർഗം കാണിക്കാൻ ആ റബ്ബ് അവതരിപ്പിച്ച ഗ്രന്ഥമാണിത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ അറിവിന്റെ, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിലെ വിഷയങ്ങളെ ആർക്കും പഠിക്കാം. ഈ ഗ്രന്ഥത്തിലെ ഓരോ പ്രതിപാദ്യ വിഷയങ്ങളെയും വിമർശനാത്മകമായി തന്നെ പഠിക്കാം. പക്ഷേ ഖുർആനിനെ അന്ധമായി വിമർശിക്കാൻ എഴുന്നേറ്റ് നിന്നവരാരും തങ്ങളുടെ മുട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം വീണുപോയ ചരിത്രമേ ലോകത്തുണ്ടായി കണ്ടിട്ടുള്ളൂ. കാരണം അത്രയും പെർഫെക്റ്റ് ആണ് ഈ ഗ്രന്ഥം. ഖുർആനിൽ പ്രതിപാദിക്കാത്ത വിഷയങ്ങളില്ല. അതിന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാന അധ്യായത്തിലെ ആയത്തുകളിലൂടെ പരിധി നോക്കിയാൽ മനുഷ്യന് രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം അല്ലാഹു ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ എവിടെയും ഒരു സ്ഖലിതം, ഒരു കുറവ്, ഒരു അപാകത അതിന്റെ വൈജ്ഞാനിക രംഗത്തോ അതിന്റെ ഭാഷാപരമായ രംഗത്തോ ഇന്നേ വരെ ഒരാൾക്കും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് അവതരിപ്പിക്കപ്പെട്ടതായി ഈ ഗ്രന്ഥം 1500 വർഷങ്ങളോളമായി, അല്ലേ? അന്ന് എന്തൊരു ആശയമാണോ, എന്തൊരു അറിവാണോ സമൂഹത്തിന് പകർന്നത്, ആ അറിവിന്റെ പ്രസക്തി ഇന്നും വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കുണ്ട്, ഇന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ സാർവകാലികമാണ്, സാർവജനീനമാണ്, സാർവലൗകികമാണ് എന്ന് പറയുന്നത്. ഏത് കാലത്തുമുള്ള, എവിടെയുമുള്ള ഏത് സമൂഹത്തിനും പിൻപറ്റാവുന്ന ആദർശമാണ് ഖുർആനിലുള്ളത്. അതിലെ ഇന്ന ആശയം അത് ഈ കാലഘട്ടത്തിന് പറ്റിയതല്ല എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അത്രയും പെർഫെക്റ്റ് ആണ്, അത്രയും പരിപൂർണമാണ്, അത്രയും കറകളഞ്ഞതാണ് ഖുർആനിന്റെ ഓരോ ഹർഫുകളും. സഹോദരന്മാരെ, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ഇത് ചരിത്രം മാറ്റിമറിച്ച ഗ്രന്ഥമാണിത്.
ചരിത്രം മാറ്റിമറിച്ച ഗ്രന്ഥമാണിത്. നമുക്കിതിന്റെ വില ഒരുപക്ഷെ വലിയ തോതിൽ അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളിയിലെ നമുക്ക് കാണാവുന്ന ഇടങ്ങളിലെല്ലാം നിരവധി ഇതിന്റെ കോപ്പികൾ നമ്മൾ കാണുന്നുണ്ട്, നിത്യവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വലിയൊരു പ്രസക്തി പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുമുണ്ട്. ചരിത്രം മാറ്റിമറിച്ച ഗ്രന്ഥമാണിത്. ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടം നമുക്കറിയാം. ബിംബങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം, ബിംബങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. വ്യഭിചാരവും മദ്യവും യുദ്ധവും, വ്യഭിചാരവും മദ്യവും യുദ്ധവും, പെണ്ണും, ഇവ മാത്രം തങ്ങളുടെ ജീവിതത്തിന്റെ ലഹരിയായി കൊണ്ടു നടന്നിരുന്ന ഒരു സമൂഹം ജീവിച്ചിരുന്ന കാലഘട്ടം. നിസാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പതിറ്റാണ്ടുകളോളം ഹർബുൽ ബസൂസ് ചരിത്രത്തിൽ കാണാം. ബസൂസ് യുദ്ധം 40 വർഷമാണ് നീണ്ടു നിന്നത്. എന്തേ കാരണം? ഒരാളുടെ ഒട്ടകം മറ്റൊരാളുടെ പറമ്പിൽ കയറി അവിടെ നിന്ന് പച്ചിലൊക്കെ ഭക്ഷിച്ചു എന്നതിന്റെ പേരിൽ, നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പതിറ്റാണ്ടുകളോളം പരസ്പരം യുദ്ധം ചെയ്തിരുന്ന മനുഷ്യന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടം. പെൺകുട്ടികൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. എല്ലാ അർത്ഥത്തിലും അധമത്വത്തിന്റെ മനുഷ്യത്വരാഹിത്യത്തിന്റെ ഒരു നിറഞ്ഞ കാലഘട്ടം. ദ ഡാർക്ക് ഏജ് എന്ന് ചരിത്രം ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചു. അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ അധ്യാപനങ്ങൾ ഇറങ്ങി തുടങ്ങിയത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? എല്ലാ നിലക്കും പരസ്പരം വിദ്വേഷത്തിലും, പരസ്പരം അകൽച്ചയിലും, പരസ്പരം വൈരാഗ്യത്തിലും ദേഷ്യത്തിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹത്തെ വെറും 23 വർഷക്കാലം കൊണ്ട് ഖുർആൻ മാറ്റിയെടുത്തു. എങ്ങനെ? ഓർത്തിണക്കപ്പെട്ട ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഏകോദര സഹോദരങ്ങളായി കുൻതും ഖൈറ ഉമ്മ. അല്ലാഹുവിനെ കുറിച്ച് പിന്നെ അങ്ങനെ വിശേഷിപ്പിച്ചത്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉദാത്തമായ സമൂഹം. ഈ ലോകത്ത് ഇന്നേ വരെ കഴിഞ്ഞു പോയിട്ടുള്ളതും ഇനി വരാനിരിക്കുന്നതുമായ സമൂഹങ്ങളിൽ ഏറ്റവും ഉത്തമമായ സമൂഹം നിങ്ങളാണ് എന്ന് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, അള്ളാഹുവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമാറ് അള്ളാഹുവിലേക്ക് അത്രമാത്രം അടുക്കാൻ കഴിഞ്ഞ ഒരു സമൂഹമായി അവർ മാറി. എന്തുകൊണ്ട്? ഈ ഖുർആനിനെ കൊണ്ട്, ഈ കലാമിനെ കൊണ്ട്. അല്ലെ, ഖത്താബിന്റെ നായ മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും മുസ്ലിം ആവില്ല എന്ന ഒരു വാക്ക് അന്ന് അറേബ്യയിൽ മുഴങ്ങിക്കെട്ടിരുന്നു. എങ്ങനെ ഖത്താബിന്റെ നായ, ഖത്താബിന്റെ വളർത്തുനായ മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും മുസ്ലിം ആവില്ല എന്ന ഒരു വർത്തമാനം അന്ന് മക്കയിലുണ്ടായിരുന്നു. ആ ഉമറിനെ പോലും മാറ്റിമറിച്ച, ആ ഉമറിന്റെ മനം പോലും മാറിമറിയാൻ കാരണമായ ഗ്രന്ഥം അതാണ് വിശുദ്ധ ഖുർആൻ. സഹോദരന്മാരെ, ഈ ഖുർആൻ കൊണ്ട് മാത്രമേ നമുക്ക് എന്തുള്ളൂ? വിജയമുള്ളൂ. ഈ ഖുർആൻ കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഈ ഖുർആൻ അല്ലാത്ത വേറെ ഒരാളുടെയും വാക്കുകൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റിയതല്ല. അല്ലാഹുവും അവന്റെ റസൂലും ഒഴിച്ച് ബാക്കി ഏത് മനുഷ്യന്റെയും വാക്കുകളിൽ തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാകും, സ്വാഭാവികമാണ്, ഈ പറയുന്ന ഞാനടക്കം. പക്ഷെ അള്ളാഹുവിന്റെയോ അവന്റെ റസൂലിന്റെയോ കലാമുകളിൽ, ഹദീസുകളിൽ ഒരിക്കലും തള്ളേണ്ടതായ ഒന്നും ഇല്ല. നമുക്ക് ഇന്നേ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ഈ കലാമിനെയാണ്.
നമ്മൾ ഉസ്താദുമാരുടെ മൗലവിമാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വേഷഭൂഷാദികളിൽ ആകൃഷ്ടരായി ആ നിലക്കാരുടെയെങ്കിലും പിന്നാലെ അന്ധമായി തഖ്ലീദ് ചെയ്ത് അന്ധമായി അനുകരിച്ചു പോകേണ്ടവരല്ല. നമ്മൾ തഖ്ലീദ് ചെയ്യേണ്ടത്, നമ്മൾ അന്ധമായി അനുകരിക്കേണ്ടത് ഈ വിശുദ്ധ ഖുർആനിനെയാണ്. കാരണം ഇതിലെന്തില്ല? ഒരു കലർപ്പുമില്ല, ഒരു അപാകതയുമില്ല, ഒരു തെറ്റും ഒരു നിലക്കും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത്രയും പെർഫെക്റ്റായ ഗ്രന്ഥം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാചകം, യാ അബൂദർ അലൈക ബിതഖ്വല്ലാഹ്, അബൂദറെ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. കാരണം ഫഇന്നഹു റഅസുൽ അംരി കുല്ലിഹി, എല്ലാ കാര്യങ്ങളുടെയും റഅസ്. എന്താ റഅസ് പറഞ്ഞാ? തല. എല്ലാ കാര്യങ്ങളുടെയും റഅസ്, ഹെഡ്, അത് തഖ്വയാണ് അബൂദറെ. അതുകൊണ്ട് അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. അല്ലേ? ആ തഖ്വയാണ് നമ്മൾ ഈ റമദാനിലൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മളത് വിശദീകരിച്ചിരുന്നു. അബൂദറെ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. അബൂദർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, റസൂലേ സിദ്നി യാ റസൂലല്ലാഹ്, റസൂലെ കുറച്ചുകൂടി പറഞ്ഞിരി, ഈമാൻ ഒന്നുകൂടി വർദ്ധിക്കാൻ സഹായിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി ഉപദേശങ്ങൾ നൽകൂ റസൂലേ. റസൂൽ പറഞ്ഞു, അബൂദറെ അലൈക ബിതിലാവത്തിൽ ഖുർആൻ, എപ്പോ സമയം കിട്ടുകയാണെങ്കിലും ഖുർആൻ എടുത്ത് ഓതിക്കട്ടോ. എപ്പോ സമയം കിട്ടുകയാണെങ്കിലും ഖുർആൻ എടുത്ത് ഓതിക്കോ, ഖുർആനിനെ മുറുകെ പിടിച്ചോ. കാരണം ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർദ് വഉഖറുൻ ലക ഫിസ് സമാ. ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർദ്, ഇത് ദുനിയാവിൽ നിനക്ക് നൂറാണ്, വെളിച്ചമാണ്. ഇത് മുറുകെ പിടിച്ചാൽ പിന്നെ ഒരു ഹോജയും നിന്നെ വഴിതെറ്റിക്കില്ല. ഈ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് വേറെ ആരുടെയെങ്കിലും വാക്കുകൾക്കാണ് നീ ചെവി കൊടുക്കുന്നതെങ്കിൽ അവിടെ നീ പിഴച്ചു പോകും. അതുകൊണ്ട് ഖുർആനിനെ നീ മുറുകെ പിടിച്ചാൽ ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർദ്, ഇത് നിനക്ക് ദുനിയാവിൽ നൂറായി, പ്രകാശമായി, വെളിച്ചമായി, തെളിച്ചമായി ഇത് നിന്റെ കൂടെ നിൽക്കും. പോരെ, വേറെ ആര് വേണം നമുക്ക് വഴി കാണിക്കാൻ? ഖുർആൻ വിട്ടാൽ പിന്നെ പിടുത്തം വിട്ടു. ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർദ്, ഇതാണ് നിനക്ക് ദുനിയാവിൽ നിന്നെ ശാശ്വതമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന നൂർ. തീർന്നില്ല. വഉഖറുൻ ലക ഫിസ് സമാ, ഈ ഖുർആനിന്റെ പാരായണവും പഠനവും നാളെ ആഖിറത്തേക്കുള്ള സമ്പാദ്യം കൂടിയാണ്. ദുനിയാവിൽ വെളിച്ചമാണ് എന്നതിനപ്പുറം നാളത്തേക്ക് ഇതൊരു സമ്പാദ്യം കൂടിയാണ്. ഏത്? ഈ ഖുർആനിന്റെ പാരായണവും പഠനവും. നിങ്ങൾ നോക്കി, ഖുർആൻ എടുത്ത് വെറുതെ ഒരു ഹർഫ് ഉച്ചരിച്ചാൽ, ഖുർആൻ തുറന്നു വെച്ച് വെറുതെ ഒരു ഹർഫ് വായിച്ചാൽ, ഒരക്ഷരം വായിച്ചാൽ കിട്ടുന്ന പ്രതിഫലം 10 ഇരട്ടിയാണ്. റമദാനിലോ അതിന് കണക്കില്ല. സാധാരണ രീതിയിൽ ഖുർആൻ എടുത്ത് ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 ഇരട്ടിയാണ്. ഞാൻ പറഞ്ഞതല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം റസൂൽ പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് അലിഫ് ലാം മീം, സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് 2-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ആയത്ത് അലിഫ് ലാം മീം നിങ്ങൾ ഓതിയാൽ അത് ഒരക്ഷരമല്ല 3 അക്ഷരമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്, ലാം മറ്റൊരക്ഷരമാണ്, മീം മറ്റൊരക്ഷരമാണ്. അപ്പൊ അലിഫ് ലാം മീം എന്ന് ഓതുമ്പോഴേക്കും അല്ലെ 3 അക്ഷരം, 3 × 10 30. റമദാനിലോ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അമലുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം റമദാനിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഖുർആൻ ഇതാണ് നമുക്കുള്ള ഒരേ ഒരു മാർഗദർശനം.
നാളെ നമ്മുടെ ഈ ജഡം നമ്മുടെ ഈ ബോഡി നാളെ 6 അടി മണ്ണിൽ ചരിച്ചു കിടത്തപ്പെട്ട് ഉറ്റവരും ഉടയവരുമെല്ലാം പിന്തിരിഞ്ഞു പോകുമ്പോ അവിടെ 2 മലക്കുകൾ വന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ആ 4 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം, മൻ ഇമാമുക്ക. എന്താണ്? മൻ ഇമാമുക്ക, നിന്റെ ഇമാമ് ആരായിരുന്നടോ എന്നുള്ളതായി. അല്ലേ? ആരാ നമ്മുടെ ഇമാമാരാ? നമ്മുടെ ഇമാമാരാ? അൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം, എന്റെ വഴികാട്ടി, എന്റെ ഗൈഡ് ലൈൻ അത് ഖുർആനാണെന്ന് നമുക്ക് പറയാൻ കഴിയണം. അതിനെന്ത് വേണം? ഖുർആൻ വെറുതെ പാരായണത്തിൽ മാത്രം ഒതുക്കിയാ പോരാ, അല്ലേ? മറിച്ച് എന്താ, ഖുർആനിൽ പാരായണത്തിന് കൂലിണ്ട്, ഞാനത് പറഞ്ഞു. പക്ഷെ നമ്മൾ വെറുതെ പാരായണത്തിൽ മാത്രം ഒതുക്കുന്നത് കൊണ്ട് സഹോദരന്മാരെ നമുക്കതിൻ്റെ യഥാർത്ഥ കാമ്പ് നമുക്ക് കിട്ടൂല. കാരണം ഖുർആൻ എന്നുള്ളത് അള്ളാന്റെ കലാമാണ്, അള്ളാന്റെ സംസാരമാണ്. അള്ളാഹ്ക്ക് നമ്മോട് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ അള്ളാഹു നമ്മോട് പറയുന്ന അവന്റെ വർത്തമാനമാണത്. അത് അറബിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ആ ഭാഷ നമുക്കറിയില്ലെങ്കിലോ അതറിയില്ലെങ്കിലോ അള്ളാഹുവിന്റെ കലാം, അവൻ എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയാതെ പോകും. അതുകൊണ്ട് പാരായണത്തിൽ മാത്രം ഒതുക്കപ്പെടാൻ പാടില്ല. എന്താണ് എൻ്റെ റബ്ബിന് എന്നോട് പറയാനുള്ളത് എന്ന് അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ വിശകലനങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചു പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടന്ന് ഖുർആനിന്റെ ആളായി ജീവിക്കാൻ കഴിഞ്ഞാൽ അൽ ഖുർആനു ഇമാമി എന്ന് നാളെ ആ മലക്കുകളുടെ മുമ്പിൽ എൻ്റെ ഇടത്തോടെ നമുക്ക് പറയാൻ കഴിയും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന എന്തൊക്കെ അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടോ അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കി, നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാളും ഇല്ല, അല്ലേ? അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയതുണ്ടാകും. വീട്ടിലാകട്ടെ, അവനവന്റെ വാഹനത്തിലാകട്ടെ, ഷോപ്പിലാകട്ടെ, തൊഴിലെടുക്കുന്ന തൊഴിൽ സ്ഥലങ്ങളിലാകട്ടെ, എവിടെയും യഥേഷ്ടം ഇത് പഠിക്കാനും ഇത് മനസ്സിലാക്കാനും ഉപയുക്തമായ സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പഠിക്കാതിരുന്നാലോ, ഇത് മനസ്സിലാക്കാതിരുന്നാലോ, പടച്ചോനെ ഞാൻ അറബി പഠിച്ചിരുന്നില്ല, അതിന്റെ ആശയം എനിക്ക് അറിഞ്ഞിരുന്നില്ല, നാളെ റബ്ബിനോട് പറയാൻ കഴിയില്ല. കാരണം അതൊക്കെ ഏറ്റവും ലളിതമായി ഹൃദ്യമായി പഠിക്കാൻ പറ്റാവുന്ന എല്ലാ സോഴ്സും എല്ലാവർക്കും ഉണ്ട്. ഈ സോഴ്സ് നാളെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഖുർആനിന്റെ ആശയങ്ങൾ നമ്മുടെ പള്ളിയിലടക്കം ഈ ഖുർആൻ ഹദീസ് ക്ലാസുകൾ, ഹദീസ് ഖുർആനിന്റെ വിശദീകരണമാണ്. ഖുർആൻ ഹദീസ് ക്ലാസുകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉപയോഗപ്പെടുത്തണം, പ്രയോജനപ്പെടുത്തണം. അതല്ലാത്ത മാർഗങ്ങൾ എമ്പാടുമുണ്ട്. ഏത് വഴിക്കാണെങ്കിലും നമ്മൾ പഠിക്കണം, പരമാവധി പകർത്തണം. നാളെ ഒരു വിഭാഗം മനുഷ്യരുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യും. വിശുദ്ധ ഖുർആനിൽ ആ കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണവർ? അവർ ഖുർആൻ പഠിക്കാത്തവരായിരുന്നു. ഖുർആനെ മനസ്സിലാക്കാനും പഠിക്കാനും അനുവർത്തിക്കാനുമുള്ള അവസരം കിട്ടിയിട്ടും അത് ഉപയോഗപ്പെടുത്താതെ നരകത്തിന്റെ അവകാശികളായി അതിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ മനുഷ്യന്മാരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് റസൂൽ പറയുമത്രേ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ചോനെ, ഈ സമൂഹം നശിച്ചു പോകാൻ കാരണം ഈ ഖുർആനിനെ അവഗണിച്ചത് കൊണ്ടായിരുന്നു എന്ന് പറയും. വേറൊന്നുമല്ല. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ ഖുർആനിനെ പഠിക്കാൻ തയ്യാറാവാതെ പോയി, അതാണ് ഇവർ പിഴച്ചു പോകാനുള്ള അടിസ്ഥാന കാരണം എന്ന് ആ മനുഷ്യർക്കെതിരെ നാളെ റസൂലുള്ള വിരൽ ചൂണ്ടി കേസ് ഫയൽ ചെയ്യുമെന്ന് അല്ലാഹു ജല്ല വഅല. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവരുത്. അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന സോഴ്സുകൾ ഉപയോഗിച്ച് ഖുർആനിനെ നമ്മൾ നന്നായി പഠിച്ച്
ആ വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി, വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പ്രതീകങ്ങളായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് ഈ റമദാനിൽ നമുക്ക് ഏറ്റവും മുഖ്യമായി നിർവഹിക്കാനുള്ള കാര്യം. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഷഹറുൽ ഖുർആൻ, ഖുർആനിന്റെ മാസം എന്നാണ് അല്ലേ? നമ്മൾ ഒരു തവണയെങ്കിലും, ഒരാവർത്തിയെങ്കിലും, ഒരു വട്ടമെങ്കിലും ഖത്തം തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖത്തം തീർത്താൽ മാത്രം പോരാ, വെറുതെ വായിച്ചു തീർത്താൽ പോരാ. അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. ما بعد فاتقوا الله عباد الله. റമദാൻ എന്നത് ഷഹറുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസമാണ് എന്നും അതിനെ എങ്ങനെയായിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്, അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നിർണായകമാണ് എന്നതൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. സഹോദരന്മാരെ, നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് വേണ്ടി ശുപാർശ നടത്താൻ പ്രധാനമായും 2 അമലുകളാണ് കൂടെ ഉണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് നമ്മളിപ്പോൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നോമ്പും വിശുദ്ധ ഖുർആനുമായിരിക്കുമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. പ്രവാചകൻ പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖുർആനും നോമ്പും മനുഷ്യർക്ക്, അതിൻ്റെ അഖിലുകാർക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ ശുപാർശ നടത്തും. യഖൂലു സിയാം, നോമ്പ് പറയുമത്രേ, ഐ റബ്ബി മനഅതുഹു അത്ത്വാം വശഹവാത് ബിന്നഹാർ. പടച്ചോനെ, പകലന്തിയോളം പട്ടിണി കിടന്ന് ഷഹവാത്തുകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് പരമാവധി പിടിച്ചു നിന്നത് പടച്ചോനെ എന്നിലൂടെയാണവൻ, അഥവാ നോമ്പ് നോറ്റുകൊണ്ടാണ്. അതുകൊണ്ട് ഫശഫ്ഫിഗ്നി ഫീഹ്, അവന്റെ കാര്യത്തിൽ ശുപാർശ നടത്താൻ റബ്ബേ എനിക്ക് നീ അനുവാദം നൽകണേ, എനിക്ക് നീ അനുവാദം നൽകണേ. അതേപോലെ തന്നെ ഖുർആൻ പറയും അത്ര, യഖൂലുൽ ഖുർആൻ മനഅതുഹു അന്നൗം ബില്ലൈൽ ഫശഫ്ഫിഗ്നി ഫീഹ്. പടച്ചോനെ, രാത്രി കാലങ്ങളിൽ ഏറെ ഉറക്കമിളച്ച് എന്നെ പാരായണം ചെയ്തവനാണവൻ, എന്നെ പഠിച്ചവനാണവൻ. ആര്? ഖുർആൻ നമുക്ക് വേണ്ടി റബ്ബിനോട് പറയും അത്ര, ഫശഫ്ഫിഗ്നി ഫീഹ്, പടച്ചവൻ അവന്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണേ. ആ 2 സ്വീകരിക്കപ്പെടുന്ന ശുപാർശകളെ കുറിച്ചാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ റമദാനും ഈ വിശുദ്ധ ഖുർആനും നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആദ്യ ജുമുഅ ഇൻഷാ അല്ലാഹ്, ഈ ജുമുഅയിലെ സ്വതക്ക നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര പള്ളി പരിപാലന ഫണ്ടിലേക്ക് ആണ്. നമ്മളെല്ലാ മാസവും ഒരാഴ്ചയിൽ കേന്ദ്ര പള്ളി പരിപാലന ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് പിരിക്കാറുണ്ട്. ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, എന്താണ് ഈ ഒരു ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത്. ഒന്നുമില്ല, നമ്മളെപ്പോലെ ആയിരക്കണക്കിന് പള്ളികൾ കേരളക്കരയിലുടനീളമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പ്രഘോഷിക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ. ആ ഭവനങ്ങളിൽ മിക്ക പള്ളികളും നേരായ രൂപത്തിൽ കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന പള്ളികളുണ്ട്. നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സ്ഥലങ്ങൾ. അത്തരം കേന്ദ്രങ്ങളെ, അത്തരം സ്ഥലങ്ങളെ സഹായിക്കുക, അവർക്ക് കൈത്താങ്ങായി, അവർക്കൊരു സ്കഫോൾഡായി ഇത് ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ കേന്ദ്ര പള്ളി പരിപാലന ഫണ്ട് കൊണ്ട്, എല്ലാ മാസങ്ങളിലും നമ്മൾ പിരിച്ചെടുക്കാറുള്ള ഈ ഒരു ഫണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം.
അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ സ്വതക്ക ആ ഒരു കാര്യത്തിന് വേണ്ടി കാര്യമായി തന്നെ എല്ലാവരും നൽകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ എന്ന ഈ അതിഥിയെ അതിൻ്റെ പൂർണ്ണമായ ഗൗരവത്തോടെ, പൂർണ്ണമായ ആതിഥ്യമര്യാദയോടെ സ്വീകരിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ ധാരാളമായി ഓതാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള കഴിവും അറിവും തൻ്റെ ഇടവും ഇഖ്ലാസും ധൈര്യവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഇനിയും അവശേഷിക്കുന്ന റമദാനിലെ ദിനരാത്രങ്ങളെ അമലുകൾ കൊണ്ട്, സ്വീകരിക്കപ്പെടുന്ന അമലുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള കഴിവും തൗഫീഖും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.